ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ 20ാമത്തെ ക്ലാസ്സാണ്. ക്ലാസ് 20. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്ന രീതിയാണ്. ആ ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് നമ്മൾ പഠിച്ചു, അല്ല സാധാരണ ഘടകങ്ങൾ പഠിച്ചു. അതിൻ്റെ ഒരു തുടർച്ചയെന്നാണ് നമ്മൾ ഫാക്ടേഴ്സ് ഒന്നുകൂടി പഠിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം 18 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1 × 18, 2 × 9, 3 × 6. അപ്പോൾ 1, 2, 3, 6, 9, 18. 1, 2, 3, 4, 5, 6. 6 ഘടകങ്ങളുണ്ട്. അപ്പോൾ 18ന്റെ ഘടകങ്ങളാണ് 1, 2, 3, 6, 9, 18. അങ്ങനെയെങ്കിൽ ഈ 18 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ പ്രൈം നമ്പേഴ്സ് പഠിച്ചു. അപ്പോൾ ഇത് ഘടകങ്ങളാണ്. ഇവിടെ 18നെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ ഗുണനഫലമായിട്ട് എഴുതാം. പ്രൈം നമ്പേഴ്സിന്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ പ്രൈം ഫാക്ടർ എന്ന് പറയും. അപ്പോൾ പ്രൈം നമ്പേഴ്സിന്റെ ഗുണം എന്ന് പറയാൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് 18നെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 18 എഴുതിയിട്ട് ഇങ്ങനെ, അത് ഡിവിഷൻ മെത്തേഡാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫാക്ടറൈസേഷൻ നടത്താൻ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 18നെ എഴുതിയിട്ട് നമ്മൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 2 എന്ന് പറയുന്നത് പ്രൈം നമ്പറിലെ ആദ്യ നമ്പർ, അത് ഏറ്റവും ചെറിയ നമ്പറാണ്. 2 കൊണ്ട് കഴിയുമ്പോൾ 9, 2, 18. വീണ്ടും 3 ഉണ്ട്, 3, 9. അപ്പോൾ വീണ്ടും നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3, 1 അവസാനം 3 വരും. അപ്പോൾ 2 × 3 × 3. അപ്പം 2, 3, 6, 6, 3, 18. 2, 3s are 6, 6, 3s are 8. അപ്പോൾ 18. അപ്പോൾ ഇവിടെ നോക്കിയേ, 18ന്റെ ഘടകങ്ങളാണ് 1, 2, 3, 6, 9, 18. അപ്പോൾ 18ന്റെ ഘടകങ്ങളായിട്ട് വരുന്ന വീണ്ടും നോക്കിയാൽ 2, 3, 3. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്, 3 എന്ന് പറയുന്നതും പ്രൈം നമ്പറാണ്. അപ്പം ഒരു സംഖ്യയെ പ്രൈം നമ്പറിന്റെ ഗുണനഫലമായിട്ട് എഴുതാം. അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്. അപ്പോൾ 18നെ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് വേറെ ഉദാഹരണം നോക്കാം. അപ്പോൾ 32 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 × 32, അടുത്തത് 2 × 16, 4 × 8. ഓക്കെ, അപ്പം 1, 2, 4, 8, 16, 32. 1, 32, 2. 1 × 32 32, 2 × 16, 16, 32, 8, 4, 32. അപ്പോൾ നോക്കാം, 1, 2, 3, 4, 5, 6. മൊത്തം 6 ഘടകങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 32നെ നമുക്ക് പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ്, പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പം അങ്ങനെ വരുമ്പോൾ 32 നമ്മളോട് എഴുതി, ശ്രദ്ധിച്ചിരിക്കുക, 3 2 കൊണ്ട് ചെയ്യാം. 3-നകത്ത് 1 2, അപ്പോൾ 3-ൽ നിന്ന് 1 2 പോയിട്ട് ബാക്കി 1 കിട്ടും, 12 വരും. 6 2, 12, വീണ്ടും 2 കൊണ്ട് 8 2, 16, വീണ്ടും 2 കൊണ്ട് 4 2, 8, വീണ്ടും 2 കൊണ്ട് 2 2, 4, വീണ്ടും 2 1. അങ്ങനെ 1 2 3 4 5. അപ്പം 2 × 1 2 3 4 5. അപ്പോൾ 32നെ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഇടാം. അപ്പോൾ 32 പ്രൈം ഫാക്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 2 2 2. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത് നോക്കാം. നാൽപ്പത്തിയെട്ട് എന്ന് പറയുന്നതിൻ്റെ ഫാക്ടേഴ്സ് 1 × 48, 2 × 24, 3 × 16,
6 3 18 ഇഷ്ടം 1 1 3 4 4 ഇൻറ്റു 12 6 ഇൻറ്റു 8. അപ്പം 48ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 2 3 4 6 8 12 16 24 48. 1 2 3 4 5 6 7 8 9 10. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. അപ്പോൾ 48നെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതിന്റെ 48ന്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ പ്രൈം നമ്പർ പ്രോഡക്റ്റ്. അപ്പോൾ 48 നമ്മളിവിടെ എഴുതി. 2 കൊണ്ട് ചെയ്തു. 2 2 4 4 2 8 2 12 2 24 2 6 2 12 2 3 2 6 3 1. അപ്പോൾ നോക്കാം. 1 2 3 4 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പോൾ 2 2 4 4 8 8 2 16 16 3 48. അപ്പം ഒരു സംഖ്യയെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അല്ലാതെ തന്നെ സാധാ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാം. അപ്പം ഒരു സംഖ്യയ്ക്ക് 2 രീതിയിൽ നമുക്ക് ഘടകങ്ങൾ എഴുതാൻ പറ്റും. അപ്പം 48ന്റെ ഘടകങ്ങളാണിത്. അതേപോലെ 48ന്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. 48ന്റെ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പോൾ തന്നെ നമ്മൾ 48ന്റെ ഘടകങ്ങൾ നമ്മൾ എഴുതി. 48ന്റെ ഘടകങ്ങൾ എഴുതിയപ്പോൾ മൊത്തം 10 ഘടകങ്ങളാണ് നമുക്ക് കിട്ടിയത്. 48ന്റെ മൊത്തം 10 ഘടകങ്ങളാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഒരു 42 എഴുതി. ഈ 42ന് മൊത്തം എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും അത് കണ്ടുപിടിക്കാൻ നമ്മൾ അതിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 42 2 2 2 4 1 2 3 കൊണ്ട് 7 3 21 7 കൊണ്ട് 1. അപ്പോൾ 42 2 ഇൻറ്റു 3 ഇൻറ്റു 7. ഇവിടെ 2 എത്ര ഉണ്ട്? 1. അപ്പോൾ നമ്മളൊന്ന് മാറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഇതാണ് 2 1 3 1 7 1. അതിനും അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 എന്നൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ 2 ഉണ്ട്. 2 ഉണ്ട്. ഇവിടെ നോക്കട്ടെ 3 മതി. ഒരു 3. അപ്പം ഇൻറ്റു 3 1 5ആണെങ്കിൽ 5 ഉണ്ട്. അതുപോലെ പക്ഷെ ഇവിടെ 2 ഒരെണ്ണമേ ഉള്ളൂ. 3 ഒരെണ്ണം 7 എണ്ണം. അങ്ങനെ വരുമ്പോൾ ഈ 2ന്റെ മുകളിൽ കിടക്കുന്ന 1നോട് 1 കൂട്ടുക ഇൻറ്റു ഈ 3ന്റെ മുകളിൽ കിടക്കുന്ന 1നോട് 1 കൂട്ടുക. ഇതിന്റെ കൂടെ 1 കൂട്ടുക. അപ്പം 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 2 4 4 2 8. അപ്പോൾ 42ന് 8 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. പ്രൈം ഫാക്ടർ അല്ല, പ്രൈം നമ്പേഴ്സ് അല്ല, നമ്മൾ പറയുന്ന ഘടകങ്ങൾ. അപ്പം 42ന് 8 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ശരിയാണോ നോക്കാം. 42 1 ഇൻറ്റു 42 2 ഇൻറ്റു 21 3 ഇൻറ്റു 40 4 3 12 2 1 1 3 4. അടുത്തത് 6 ഇൻറ്റു 7. അപ്പം 42 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 6 7 14 21 42. 1 2 3 4 5 6 7 8. അപ്പം ഒരു സംഖ്യയ്ക്ക് ആകെ എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഒന്നുകൂടെ ചെയ്യാം. നൂറ്റി 198. 198 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? അപ്പോൾ അതറിയാം. നമുക്ക് 198നെ ഫാക്ടറൈസേഷൻ നടത്താം.
2 9 2 18 18 9 2 18. ഇവിടെ 9 ആണ്. അപ്പോൾ 3 കൊണ്ട് ചെയ്യാം. 3 9 3 9. വീണ്ടും 3 11 3 33. 11 എഴുതി 1. നോക്കാം. 9 2 18 പോട്ട് 1 ഉണ്ട്. 18 വരും. 9 2 18 പോയി. 9 9 9 18 ആയപ്പോൾ 3ന്റെ ഗുണിതമായിട്ട് 3 കൊണ്ട് ചെയ്യാം. 3 9 3 9. വീണ്ടും 3 ഉണ്ട്. ഒരു 3 1 3 15. അപ്പോൾ നമുക്ക് പിന്നെ എടുത്ത് എഴുതാം. 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 11. അപ്പം നമ്മൾ പഠിച്ചതാണ് 2ന്റെ മുകളിൽ 1 ഉണ്ട്. 3 എത്ര ഉണ്ട്? 1 2. അപ്പം 2 11 എത്ര ഉണ്ട്? ഒരെണ്ണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 2ന്റെ മുകളിൽ കിടക്കുന്ന ഈ 1നോട് 1 കൂട്ടുക ഇൻറ്റു ഈ 2നോട് 1 കൂട്ടുക ഇൻറ്റു 1നോട് 1 കൂട്ടുക. അപ്പം 2 3 2 3 2 6 6 2 12. അപ്പോൾ 198-നെ നമ്മൾ ഘടകങ്ങളാക്കുമ്പോൾ മൊത്തം 12 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ശരിയാണോ നോക്കാം. അപ്പോൾ 198 മൊത്തം എത്രയാണ്? മൊത്തം 12 ഘടകങ്ങൾ. അപ്പോൾ നോക്കാം. 198 നമ്മളിവിടെ എഴുതി. കണ്ടുപിടിക്കാൻ 198ന്റെ അവസാനത്തെ ഘടക സംഖ്യ 8 ആണ്. 8 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 2 9 2 18 1 18 9 2 18. അപ്പോൾ 2 ഇൻറ്റു 90 190 1 ഇൻറ്റു 198. അത് ഏതൊരു സംഖ്യയും ഉള്ളതാണ്. അടുത്തത് 2 ഇൻറ്റു 99. അടുത്ത നമുക്ക് നോക്കാം. 198. ഇപ്പം 2 2 പിടിച്ചു. ഇനി 3 തോറ്റെന്ന് അറിയാൻ എന്ത് ചെയ്യണം? കൂട്ടി നോക്കാം. 9 10 10 18. 18 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായതുകൊണ്ട് 3 കൊണ്ട് നമുക്കതിനെ ഹരിക്കാം. അപ്പം 3 6 3 18 19 8 പോയ 1 9 1 അടുത്ത 8. വീണ്ടും 6 3 18 0. അപ്പോൾ ഇത് വരും 3 ഇൻറ്റു 66 66 ഇൻറ്റു 3. സംശയം നോക്കുക. 6 18 ഇഷ്ടം 6 18 19 198. അടുത്ത നോക്കാം. അടുത്ത നമുക്ക് 4 കൊണ്ട് പറ്റുമെന്ന് നോക്കാം. 198ന്റെ അവസാനത്തെ അക്കം 98. അപ്പോൾ 4ന്റെ ഗുണിതമാണോ നോക്കാം. അപ്പോൾ 4 നോക്കാം. ഒരു 4 4 2 8 18. അതായത് 98-നകത്ത് 4ന്റെ ഗുണിതമല്ല. 98-നെ നമുക്ക് ഡിവൈഡ് നോക്കാം. 4ന്റെ ഗുണിതമല്ല. കാരണം എന്ന് പറഞ്ഞാൽ 98 എന്ന് പറയുന്നത് 4 16 കൂട്ടം 3 38. 38 എന്ന് പറയുന്നത് ഹരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 4. ഇനി 5 ഉണ്ടോ നോക്കാം. 6 കൊണ്ട് പറ്റുമോ നോക്കണം. 6 കൊണ്ട് പറ്റുമോ നോക്കുന്നത് നമ്മൾ ഒരു സംഖ്യയെ 6 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ, പൂർണ്ണമായിട്ടും നിശേഷം ഹരിക്കാൻ സാധിക്കുമോ പഠിച്ചത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ക്ലാസ്സിൽ. ആ ക്ലാസ് പറയുന്നത് ഇതാണ്. ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാമെങ്കിൽ, അതേപോലെ ആ സംഖ്യ 3 കൊണ്ട് ഹരിക്കാമെങ്കിൽ അതിനെ 6 കൊണ്ടും ഹരിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയ 198 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പം 192 3 കൊണ്ട് ഹരിക്കാമെങ്കിൽ 198 നമുക്ക് 6 കൊണ്ടും ഹരിക്കാം. അപ്പം നോക്കാം. 198/6 6 2 12 സോറി 6 3 18 1 8 6 3 18. അപ്പോൾ നമുക്കിവിടെ 6 കൊണ്ട് എത്ര കിട്ടും? 33. ഇനി അടുത്ത നോക്കാം. 7. അപ്പം 7 കൊണ്ട് ഹരിക്കുന്നതിന് നമ്മൾ അതിന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് ഒരു ചെറിയ സംഖ്യയായിട്ട് നമുക്കിവിടെ നോക്കാം. 198ന്റെ 7 കൊണ്ട് നോക്കാം. 7 2 14 കൂട്ടം 48 14 5 9 4 5 8. അപ്പം 7 2 14 പോയിട്ട് ഇവിടെ 9 4 5 58. അപ്പം 7 8 56 വരുന്നത്. പറ്റത്തില്ല. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. 8 കൊണ്ട് നോക്കാം. 198
8 2 16 പോയിട്ട് 3 38, 8 4 32. അപ്പം അതും പറ്റത്തില്ല. 9 198. 9 കൊണ്ട് പഠിച്ചെന്താ നിബന്ധന എന്താണ് നമ്മൾ പഠിച്ചത്? 9 1 10 10 8 18. അപ്പോൾ 3 സംഖ്യയുടെ കൂട്ടിയപ്പോൾ 18 കിട്ടിയെങ്കിൽ അത് 9ന്റെ ഗുണിതമായതുകൊണ്ട് നമുക്ക് അതിനെ 9 കൊണ്ടും ഹരിക്കാം. 9 2 18, 9 1 18, 9 2 18. അപ്പം 9 ഗുണം 22. അപ്പം നോക്കിയുടെ മൊത്തം 12 എണ്ണമാണ് പറഞ്ഞേക്കുന്നത്. 12 സംഖ്യകൾ ഉണ്ടാവണം, 12 ഘടകങ്ങൾ ഉണ്ടാവണം. ഇവിടെ നമുക്ക് 2 4 6 8 10. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് നോക്കാം. അതേതാ നോക്കാം. 198. 11 കൊണ്ട് നോക്കാം. 1 11 11. 9 1 ആയാൽ 8, അടുത്ത 8, 11 8 88 0. അപ്പോൾ എത്രയാണ്? 11 × 18. 2 4 6 8 10 12. അപ്പോൾ 198ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 2 3 6 9 11 18 22 33 66 99 198. 1 2 3 4 5 6 7 8 9 10 11 12. മൊത്തത്തിലായി 12 ഘടകങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവം, ഒരു പുതിയൊരു പാഠം പഠിക്കുന്നതെന്ന് പറയുന്നത്, ഒരു സംഖ്യ തന്നാൽ ആ സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും എന്നറിയാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന സംഖ്യയെ നമ്മൾ ഘടകക്രിയ നടത്തണം, ഫാക്ടറൈസേഷൻ നടത്തണം. അപ്പോൾ നമുക്ക് 48, ഉദാഹരണം പറഞ്ഞാൽ 48 48. ഇപ്പോൾ 48 കണ്ടുപിടിക്കാൻ 48 നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടറൈസ് ചെയ്യുന്നു. 2 2 4 4 2 8 2 12 2 24 2 3 6 2 12 2 3. അപ്പം എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3 4. അപ്പോൾ 2 raised to 2 × 2 × 2 × 2 × 3. അപ്പോൾ മൊത്തത്തിലുണ്ട് 4 എണ്ണം. 1 2 3 4. അപ്പോൾ 2 raised to 4 × 3 എത്രയുണ്ട്? 1. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഈ 4നോട് 1 കൂട്ടുന്നു ഇൻറ്റു ഈ 1നോട് 1 കൂട്ടുന്നു. അപ്പോൾ 4 1 5 1 1 2 സമം 10. അപ്പോൾ 48 ആകെ എത്ര ഘടകങ്ങളുണ്ട്? 10 ഘടകങ്ങൾ. നമ്മൾ കണ്ടതാണ് നേരത്തെ 48 10 ഘടകങ്ങൾ. അപ്പോൾ ഒരു സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫാക്ടറൈസേഷൻ നടത്തി അതിനെ ഇതേ രീതിയിൽ നമ്മൾ എഴുതി അതിൻ്റെ വലതുവശത്ത് മുകളിൽ കാണുന്ന സംഖ്യയോട് 1 വീതം കൂട്ടി അതിനെ ഗുണിച്ചെഴുതിയാൽ ആ സംഖ്യയുടെ എത്ര ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും വിളിക്കരുത്. താങ്ക് യു.